ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആണെന്ന് സ്വയം വിശ്വസിക്കരുത്. ആദ്യത്തെ അപകടത്തിൽ തീരുന്നതാണ് എക്സ്പേർട്ട് യോഗ്യത എന്ന് മുന്നറിയിപ്പ് നൽകി ലോകപ്രശസ്ത ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് ലാൽ. അശ്രദ്ധമായ ഇരുചക്ര വാഹനം ഓടിക്കലിനെതിരെ ശക്തമായ താക്കീതാണ് അദ്ദേഹം നൽകുന്നത്. ഈ വാർത്തയിൽ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ എന്ന മുഖവുരയോടെയാണ് ഡോക്ടർ ലാൽ അടുത്തിടെയുണ്ടായ 2 സംഭവങ്ങൾ സമ്മിശ്ര വികാരത്തോടെ പങ്കുവയ്ക്കുന്നത്. ഒരാൾ പങ്കുവച്ച ഹൃദയം മറ്റൊരാൾക്ക് പുതുജീവനേകിയപ്പോൾ ഹൃദയം ദാനം ചെയ്ത യുവാവ് യാത്രയായി. ഹൃദയം സ്വീകരിച്ചത് 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അയാളുടെ കാര്യം ഡോക്ടർ ലാൽ 3 ആഴ്ച മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പ്രിയ സുഹൃത്ത് അമ്പിളിയുടെ ദുഃഖം കണ്ടാണ് അന്ന് ആ പോസ്റ്റ് ഇട്ടതെന്ന് അദ്ദേഹം പറയുന്നു. അമ്പിളിയുടെ അടുത്ത ബന്ധുവാണ് യുവാവ്. നേരത്തെ കിട്ടിയ ഹൃദയങ്ങൾ സ്വന്തം ശരീരത്തിന് ചേരാത്തവയായതിനാൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു യുവാവ്. ഉപകരണങ്ങൾ കൊണ്ട് ജീവൻ പിടിച്ചു നിർത്തുകയായിരുന്നു. സകല പ്രതീക്ഷയും മങ്ങിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ഹൃദയം ലഭിച്ചത്. മറ്റൊരു 23-കാരന്റെ ഹൃദയം. ആ ഹൃദയം സ്വീകരിച്ചത് വഴി യുവാവ് ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരികയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ നല്ലവരായ ബന്ധുക്കളുടെ നന്മയിലൂടെ സ്വന്തം അവയവങ്ങൾ മറ്റുള്ളവർക്ക് പകുത്തു നൽകി ജീവിതം അവസാനിപ്പിച്ചത് മറ്റൊരു 23-കാരനാണ്. അയാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത് ബൈക്ക് അപകടത്തിലാണ്. തന്റെ ബന്ധുവായ യുവാവിന് ഹൃദയം കിട്ടിയപ്പോഴും അപകടം മൂലം മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിനെ ഓർത്ത് വേദനിക്കുകയാണ് അമ്പിളിയും ബന്ധുക്കളും. ഇത് കേൾക്കുന്നവർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ വളരെ ഉപയോഗപ്രദമായ വാഹനമാണ് ബൈക്ക്. പുതിയ ബൈക്കുകൾക്ക് നല്ല ശക്തിയും വേഗതയും ഒക്കെയാണ്. ബൈക്കിന് മനുഷ്യനുണ്ടാക്കി കൊടുത്ത കഴിവുകളാണ് അതൊക്കെ. ഈ ബൈക്കുകൾക്ക് തലച്ചോറില്ല, അതിനാൽ സ്വയം ചിന്തിക്കാൻ കഴിയില്ല. ബൈക്ക് സുരക്ഷിതമായി ഓടിക്കാനുള്ള ബുദ്ധി നമ്മുടെ തലച്ചോറിലാണ് ഉള്ളത്. അതിനാൽ ബുദ്ധി ഉപയോഗിച്ച് വളരെ കരുതലോടെ വേണം ബൈക്ക് ഓടിക്കാൻ. ഒരു നിമിഷത്തിന്റെ ചെറിയൊരു അംശം നീളുന്ന അശ്രദ്ധ മതി അപകടത്തിന്. അപകടം ചിലപ്പോൾ നമ്മളെയും കൊണ്ടാണ് പോകുക. ഹെൽമറ്റ് ധരിക്കാതെ ഇരുന്നാൽ അപകടത്തിൽ മരണസാധ്യത കൂടുതലാണ്. എല്ലാ ശ്രദ്ധയോടെയും ബൈക്ക് ഓടിക്കുന്നവർക്കും റോഡിലെ മറ്റുള്ളവരുടെ അശ്രദ്ധയാൽ അപകടം സംഭവിക്കാം. ഈ യുവാവിന്റെ അപകടം അങ്ങനെയാണെന്നാണ് കേട്ടത്. നാട്ടിലെ ധാരാളം ചെറുപ്പക്കാർ അശ്രദ്ധയോടെ ബൈക്ക് ഓടിക്കുന്നത് കാണുന്നുണ്ട്. ചിലർ അഭ്യാസികളെ പോലെ ബൈക്കിൽ പോകുന്നത് കണ്ടാൽ നമ്മുടെ മനസ്സമാധാനവും പോകും. ദയവായി ഓർക്കുക, നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ്. ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആണെന്ന് സ്വയം വിശ്വസിക്കരുത്. ആദ്യത്തെ അപകടത്തിൽ തീരുന്നതാണ് ഈ എക്സ്പേർട്ട് യോഗ്യത. ഒരാളും ഡ്രൈവിംഗിൽ എപ്പോഴും എക്സ്പേർട്ട് അല്ല. കാരണം റോഡിലെ ഓരോ നിമിഷവും പുതിയതാണ്. നാട്ടിൽ അവയവദാനം വളരെ സങ്കീർണമാണ്. ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരും നമ്മൾ പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ എസ് ലാൽ ഓർമ്മിപ്പിക്കുന്നു.